അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. മുഹറം മാസം എന്ന് പറയുമ്പോൾ ഖുർആനിൽ അത് പരിചയപ്പെടുത്തുന്നുള്ളത് അഷ്ഹുറുൽ ഹുറുമായിട്ടാണ്. ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ നിന്ന് ഒരു മാസം. മുഹറം അല്ലെങ്കിൽ അഷ്ഹുറുൽ ഹുറും എന്ന് പറയുമ്പോൾ ആ പദം വരുന്നുള്ളത് ഹറാമ് ഹുർമത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിനെ രണ്ട് തരത്തിൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വളരെ പവിത്രതയോടെ വളരെ ഹുർമത്തോടെ ബഹുമാനത്തോടെ കാണേണ്ട ഒരു മാസം. പിന്നെ ഹറാമാക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് ചേർത്ത് വെക്കുന്നുള്ളത് ജാഹിലിയ കാലത്ത് തന്നെ മുഹറം മാസം ഹറാമാക്കപ്പെട്ട മാസമായി കണ്ടിരുന്നു. യുദ്ധങ്ങൾക്കും അല്ലെങ്കിൽ രക്തം ചിന്തുന്നതിനൊക്കെ ഹറാമാക്കപ്പെട്ടൊരു മാസമായി കണ്ടിരുന്നു. പക്ഷേ ഇസ്ലാം അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് സ്പിരിച്വലായി ധാർമ്മികമായി നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്നതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൽ തിന്മകളൊന്നും ചെയ്യരുത് എന്ന നിലക്ക് ഹറാമാക്കിയിട്ടുള്ളതാണ് ഈ മാസം. അപ്പോൾ ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വളരെ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുകയും തിന്മകൾ ചെയ്യുമ്പോൾ അത്തര ഇരട്ടിയിൽ അതിൻ്റെ ശിക്ഷ ലഭിക്കുകയും കുറ്റം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ തെറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്തെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് ഈ മുഹറം മാസത്തെ പരിചയപ്പെടുത്തുന്നുള്ളത്. അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും പവിത്രമായതുകൊണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ റസൂലുള്ളാഹ് എന്ന് പറയലുണ്ട്, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ കലാമുല്ലാഹ് എന്ന് പറയലുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ അത് അത്രയും അതിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് അള്ളാഹുവിൻ്റെ മാസമെന്ന് ഈ മുഹറം മാസത്തെ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ ഒരു കാരണമായി പണ്ഡിതന്മാർ കിതാബിൽ വിശദീകരിക്കുന്നുള്ളത്, പണ്ട് ജാഹിലിയ കാലത്തൊക്കെ ഈ മുഹറം മാസത്തിനെ ചില വർഷങ്ങളിൽ ഹറാമായി കാണുകയും ചില വർഷങ്ങളിൽ ഹറാമായി കാണാത്ത ആ മാസങ്ങളിലൊക്കെ യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരം അള്ളാഹുവിനാണ് എന്നത് കൂടി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർക്കുന്നുള്ളത്. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്രമം എന്തെന്ന് ചോദിച്ചാൽ അത് സുന്നത്ത് നോമ്പാണ്. മുത്തലക്കായ സുന്നത്ത് നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും കൂലി കിട്ടുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് എന്നുള്ളത് അത് മുഹറം മാസത്തിൽ നോക്കുന്ന നോമ്പുകളാണ്. ഇതിന് സമാനമായ ഹദീസുകൾ മറ്റു അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായി പറയപ്പെട്ട സുന്നത്തുള്ള നോമ്പാണ്. അതല്ലാതെ മുത്തലക്കായ നോമ്പുകൾ, പ്രത്യേകം പറയപ്പെടാത്ത നമുക്ക് വെറുതെ നോക്കാൻ പറ്റുന്ന നോമ്പുകൾ, ആ നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. അപ്പോൾ മുഹറം മാസത്തിൽ ഏത് ദിവസം നോമ്പ് നോക്കിയാലും വളരെയധികം കൂലി കിട്ടുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായി കാണാൻ പറ്റും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അയ്യുൽ ലൈലി ഖൈർ വ അയ്യുൽ അഷ്ഹുരി അഫ്ളൽ. ഏറ്റവും പവിത്രമാക്കപ്പെട്ട രാത്രി ഏതാണ്, ഏറ്റവും നല്ല മാസം ഏതാണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, രാത്രി എന്നുള്ളത് അതിൻ്റെ മിഡ് നൈറ്റാണ്, അർദ്ധരാത്രിയാണ് രാത്രിയിൽ വെച്ച് ഏറ്റവും ഹൈറാക്കപ്പെട്ട സമയം എന്നുള്ളത്. മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം എന്നുള്ളത് മുഹറം മാസമാണ്. ഇത് റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസം മുഹറം മാസമാണ്. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും മാസത്തിൽ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഹറമിലായിക്കോട്ടെ. മുഹറം മാസം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസമാണ്. ആ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിൻ്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം യൂനുസ് നബിയെ അംഗീകരിക്കാതിരുന്നപ്പോൾ അവസാനം ശിക്ഷയുടെ അടയാളങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവരുടെ തൗബ സ്വീകരിക്കുന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങളും ഈ മാസത്തിൽ തൗബ ചെയ്യുന്നത് വർദ്ധിപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഹദീസുകൾ ഈ മാസത്തിൽ നല്ല ധന്യമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. അതിനെ മുറുകെ പിടിക്കാൻ നമുക്കാവണം. മുഹറം മാസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അബൂ ഉസ്മാൻ അന്നഹദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനു യുഅല്ലിമുന 3 അശ്റാത്ത്. 3 പത്തുകൾ സാലിഹ്യങ്ങൾ ഔലിയാക്കളൊക്കെ ബഹുമാനിക്കുമായിരുന്നു. അതിൽ ഒന്നാമത്തെ 10 എന്നുള്ളത് റമളാൻ മാസത്തിലെ അവസാന 10കളാണ്. മറ്റൊന്ന് എന്നുള്ളത് ദുൽഹജ്ജയിലെ ആദ്യ 10ആണ്. പിന്നൊരു 10 എന്നുള്ളത് അത് മുഹറമിലെ ആദ്യ 10ആണ്. അങ്ങനെ ഈ 10 ദിവസങ്ങൾ വളരെ പവിത്രതയോടെ ഔലിയാക്കളൊക്കെ കണ്ടിരുന്നു. മുഹറം മാസത്തിലെ ആദ്യത്തെ 10ന് ഒരുപാട് പവിത്രതകളുണ്ട്. അതിലാണ് ആഷുറ ഉള്ളത്, താസുവ ഉള്ളത്. ആഷുറാൻ്റെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ യഹൂദികൾ മുഹറം 10 നോമ്പ് നോക്കുന്നതായി കണ്ടു. അങ്ങനെ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ട ദിവസമാണ്, ഫിറഔന്റെ അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടൊരു ദിവസമാണ്.
അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് നോക്കിയിരുന്നു. മൂസാ നബിയെ പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹനു അഹക്കു ബി മൂസ മിൻകും. മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോക്കുന്നു എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പ് നോക്കിയിരുന്നു. അതുപോലെ സഹാബാക്കളോട് വരും വർഷങ്ങളിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി, അതായത് യഹൂദികളോട് മുഖാലഫത്ത് എതിരിടാൻ വേണ്ടിയിട്ട് അവരുടെ ശീലവുമായി ഒന്ന് മാറാൻ വേണ്ടി മുഹറം 9-നും 10-നും ഞാൻ നോക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുഹറം 9-നും 10-നും നോമ്പ് സുന്നത്താണ് എന്ന് കിതാബുകളിലൊക്കെ കാണാം. വളരെ പവിത്രമാക്കപ്പെട്ട ഒരു നോമ്പ് കൂടിയാണ്. മുഹറം 10 നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു. മുഹറം 10 നോമ്പിനെ കൊണ്ട്, ആശുറയിലെ 10 കൊണ്ട് മുൻകഴിഞ്ഞ വർഷത്തെ പാപം പൊറുക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം മാസവും നോമ്പുമായിട്ട് ഒരു കണക്ഷന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് മുഹറം മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്ത് ഷഹറുല്ല എന്ന് പറയുന്നൊരു മാസമാണ്. അതുപോലെ അമലുകളിൽ വെച്ച് അള്ളാഹുവിലേക്ക് ചേർത്തൊരു അമലാണ് നോമ്പ് എന്നുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, ഒരടിമ എന്ത് നന്മകൾ ചെയ്താൽ അത് അവനുള്ളതാണ്, നോമ്പ് നോക്കിയാൽ അത് എനിക്കുള്ളതാണ്, അവൻ്റെ ഷഹ്വത്തും അവൻ ഭക്ഷണം ഒഴിവാക്കുന്നതൊക്കെ എനിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഈ മാസത്തിൽ നോമ്പ് നോക്കൽ വളരെ പവിത്രമുള്ളതാണ്. സുന്നത്ത് നോമ്പെടുക്കുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നബി തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു വസിയത്ത് നൽകും. അപ്പോൾ നബി തങ്ങൾ ഉപദേശിച്ചത്, നീ സുന്നത്ത് നോമ്പെടുക്കൂ, അതിന് തുല്യമായ മറ്റൊരു പ്രവർത്തനമില്ല എന്നായിരുന്നു. പിൽക്കാലത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കുമായിരുന്നു. അഥവാ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പുകയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ അന്ന് അതിഥി വന്നു എന്നതായിരുന്നു.